ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക മഹേഷുമായിട്ടുള്ള സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട്. അത് സിദ്ധുവിനോട് പറയാൻ മടിച്ചിട്ട് അവൾ പറയുന്നില്ല. മറിച്ച് സിദ്ധാർത്ഥ മഹേഷിനെ വിശ്വസിക്കുന്നതാണ് അവളുടെ പ്രശ്നം എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ സിദ്ധു ചിന്തിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ആയിട്ടും ചന്ദ്രിക എന്തുകൊണ്ടാണ് മഹേഷിനെ വിശ്വസിക്കാത്തത്? കാരണം മഹേഷ് നല്ലവനായല്ലോ എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. പക്ഷേ ചന്ദ്രയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാനും സാധിക്കുന്നില്ല. അതേസമയം മേഘയുടെ വീട്ടിലാണെങ്കിൽ മനോഹരൻ കട്ടിലിൽ കിടന്നിട്ട് പാട്ടും പാടിക്കൊണ്ട് ഫാൻ്റെ കാറ്റ് കൊള്ളുവാണ്. അയാൾ വേറെ ഏതോ ഒരു ലോകത്ത് സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശി നടന്നു വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ എന്തൊരു വെയിൽ, എന്ത് ചൂടെന്നൊക്കെ പറയാണ്. പക്ഷെ അതൊന്നും മനോഹരൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് തന്നെ അവർ ദേഷ്യത്തോടെയാണ് പറയുന്നത്, എടാ ഞാൻ പുറത്തുനിന്ന് വെയിൽ കൊണ്ട് വരുന്ന സമയത്ത് നീ എന്താ ചെയ്യുന്നത്? ഫാൻ്റെ കാറ്റും കൊണ്ട് സുഖമായിട്ട് കിടക്കുകയാണ്. ഞാൻ പറയുന്നത് പോലും നീ ശ്രദ്ധിക്കുന്നില്ല. ഫാന് എൻ്റെ ഭാഗത്തേക്ക് നീക്കി വെക്ക്, ഞാനും കുറച്ചു നേരം കാറ്റ് കൊള്ളട്ടെ. ചേച്ചിയുടെ കൊച്ചുമോള് കുറേ പണം കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, ആ പണത്തിൽ നിന്നും ചേച്ചി ഒരു ഫാന് വാങ്ങിക്ക്. അതെന്താ, നിൻ്റെ കയ്യിൽ കാശില്ലേ? നീ എനിക്കൊരു ഫാന് വാങ്ങിത്തരില്ലേ? ചേച്ചി മനോഹരനോട് ചോദിക്കുകയാണ്. അതെ, എൻ്റെ കയ്യിൽ ഒത്തിരി പണമുണ്ട്. ചേച്ചിയുടെ കൊച്ചുമോള് എന്താ ചെയ്തത്? ബിസിനസ്സിൽ എന്നെയും പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞിട്ട് വെറും 10,000 രൂപയും തന്നിട്ട് എന്നെ പറ്റിച്ചു. ഓ എന്നിട്ട് ചേച്ചി, ഇനി ചേച്ചിയുടെ കൊച്ചുമോളെ ബിസിനസ്സിൽ ഞാൻ ഒരു തരത്തിലും സഹായിക്കില്ല. അതെ, വലിയ ബിസിനസ്. നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് വലിയ ബിസിനസ്സാണല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്നറിയോ? നാട്ടുകാരെ പറ്റിക്കുകയാണ്. പാവം നിങ്ങളുടെ കയ്യിൽ നിന്നും തുണികൾ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് പഴയ തുണികൾ കൊടുത്തിട്ട് നിങ്ങൾ അവരെ പറ്റിക്കുകയല്ലേ. ഞാനൊരു കാര്യം പറയാം, അവർ നിങ്ങൾക്ക് തരുന്ന ശാപം കാരണം നിങ്ങൾ എപ്പോഴും നന്നാവില്ല. ചേച്ചി, ഈ ഐഡിയ മൊത്തം തന്നത് മേഘയാണ്. ഞാൻ വെറും ഹെൽപ്പർ മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ ശപിക്കുകയാണെങ്കിൽ ആ ശാപം മുഴുവൻ മേഘയ്ക്കാണ് പോവുക. ആ ശാപമൊന്നും എന്നെ ബാധിക്കില്ല. അപ്പോഴേക്കും പുറത്തുനിന്ന് ഇങ്ങനെ വാതിലിന് ശക്തിയായിട്ട് തട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അയ്യോ, ഇതാരും ഈ സമയത്ത് വാതിലിന് വന്ന് തട്ടുന്നത്? ഇത്ര ശക്തിയായിട്ട് ആരാ തട്ടേണ്ടത്? രണ്ടുപേരും പരസ്പരം ചോദിക്കുകയാണ്. പക്ഷേ ആരും മറുപടിയൊന്നും പറയാതെ വീണ്ടും ശക്തിയായി തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പുറത്താണെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, കുറേ ചെറുപ്പക്കാരും കുറേ ചെറുപ്പക്കാരികളൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ മനോഹരനാണെങ്കിൽ ദേഷ്യത്തോടെ പറയാണ്, അയ്യോ കുറച്ചു നേരം കാറ്റ് കൊള്ളാനും വിടില്ല. ഇതാരേ വന്നിരിക്കുന്നത്? നീ പോയി നോക്ക്, ഞാൻ കുറച്ചു നേരം കാറ്റ് കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി കാറ്റ് കൊള്ളുകയാണ്. മനോഹരൻ വന്ന് വാതിൽ തുറന്നപ്പോഴേക്കും മുറ്റത്ത് കുറേ ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ ആരാ? ഒരുപാട് പേരുണ്ടല്ലോ. മനോഹരൻ ആരെയും മനസ്സിലായില്ല. അപ്പോൾ അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട്, ഇവിടെ മേഘ ഗാർമെൻറ്റ്സിൻ്റെ ഓണർ ആരാണ്? മേഘ ഗാർമെൻറ്റ്സിൻ്റെ മനോഹരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അല്ല, എന്തിനാ ഇപ്പോൾ മേഘ ഗാർമെൻറ്റ്സിൻ്റെ ഓണറെ അന്വേഷിക്കുന്നത്? ഓ അതോ, അത് ഞങ്ങൾക്ക് കുറച്ചുകൂടി പുതിയ മെറ്റീരിയൽസും ഡ്രസ്സുകളൊക്കെ വേണമായിരുന്നു. അതിൻ്റെ ഓർഡർ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അത് കേട്ടപ്പോൾ മനോഹരൻ്റെ മനസ്സിൽ ലഡുപൊട്ടുകയാണ്. ആഹാ, പുതിയ ഓർഡർ തരാൻ വേണ്ടി ഇത്രയും ആൾക്കാർ വീട് തേടി അന്വേഷിച്ച് വന്നിരിക്കുകയാണോ? മനോഹരൻ മനസ്സിലൊരു പ്ലാൻ ഇടുവാണ്. ഇത്രയും പേര് തരുന്ന ഓർഡർ ആണെങ്കിൽ അത് വലിയൊരു ഓർഡർ തന്നെയായിരിക്കും. അത് മേഘയെ അറിയിക്കാതെ ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഗാർമെൻറ്റ്സ് ഓപ്പൺ ആക്കാൻ പറ്റും. അതുകൊണ്ട് മനോഹരൻ അവരോടായിട്ട് പറയാണ്, നോക്ക്, ഞാനാണ് മേഘ ഗാർമെൻറ്റ്സിൻ്റെ ഓണർ. ഓ, നിങ്ങളാണോ അപ്പം മേഘ ഗാർമെൻറ്റ്സിൻ്റെ ഓണർ? അതെ, ഞാൻ തന്നെയാണ്. മനോഹരൻ സന്തോഷത്തോടെയാണ് പറയുന്നത്. നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാമോ? ഓ തീർച്ചയായിട്ടും. എടാ, പഴയ തുണി 50 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ട് 1000 500 എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിക്കുകയാണോ? അപ്പോഴാണ് മനോഹരന് മനസ്സിലായത് തന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത്. അയ്യോ മനോഹരാ, നീ പെട്ടല്ലോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്, അയാൾ മനസ്സിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത് പഴയ ഡ്രസ്സോ? അതൊക്കെ ഫോറിനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഡ്രസ്സുകളാണ് അനിയ. ഞങ്ങൾ ലോക്കൽ ഡീൽസുകളൊന്നും നടത്താറില്ല. ഫോറിനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രസ്സുകൾ മാത്രമേ ഞങ്ങൾ ഓൺലൈൻ വഴി ബിസിനസ് ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്കും ആ പയ്യൻ ദൂരേക്ക് നോക്കി വിളിച്ചു പറയാണ്, അയാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വാ. ആരാ മോനെ? വരുമ്പോൾ കണ്ടോ? അപ്പോൾ അയാൾ കൂട്ടിക്കൊണ്ട് വന്നത് മനോഹരൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കച്ചവടക്കാരനെയായിരുന്നു. താൻ പിടിക്കപ്പെട്ടു എന്നുള്ളത് മനോഹരൻ മനസ്സിലായി. അയ്യോ, ഇത് 50 രൂപയ്ക്ക് ആ ഒരു സാരികൾ വാങ്ങിച്ച വഴിയോര കച്ചവടക്കാരനാണല്ലോ. അപ്പോൾ അയാളാണെങ്കിൽ അവരോട് പറയുന്നുണ്ട്, എനിക്കും ഇയാൾക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അയാൾ അടുത്ത് വന്ന സമയത്താണെങ്കിൽ മനോഹരൻ വലിയ പരിചയമൊന്നും ഇല്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലൊരു പെണ്ണ് ചോദിക്കുന്നുണ്ട്, ഇയാളെ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഫോറിൽ നിന്നും വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ ഇയാളുടെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത് അല്ലേ? അയ്യോ, എല്ലാ തെളിവോടും കൂടെയാണല്ലോ പിടിച്ചിരിക്കുന്നത്. മനോഹരൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ അയാളും സങ്കടത്തോടെ പറയുന്നുണ്ട്,
നിങ്ങൾ പാവപ്പെട്ടവർക്ക് വെറുതെ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്നും തുണി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഓൺലൈൻ ബിസിനസ്സായിട്ട് 1000-നും 2000-നും വിറ്റിരിക്കുകയാണല്ലേ. നിങ്ങളിപ്പോൾ ഇത് ചെയ്തത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? മുഴുവനായിട്ടും പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും മനോഹരൻ വിട്ടുകൊടുക്കുന്നില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങളാരാ? ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. അയാളോട് തന്നെയാണ് മനോഹരൻ ചോദിക്കുന്നത്. ഞങ്ങളെയൊക്കെ പറ്റിച്ചിട്ട് ഇപ്പോൾ നീ നാടകം കളിക്കുകയാണോ? നോക്കി നിൽക്കാതെ വന്ന് അടിക്കടാ. എല്ലാവരോടും പറയണം അതിൽ കൂട്ടത്തിലൊരുത്തൻ. അപ്പോൾ എല്ലാവരും വന്ന് പൊതിരെ മനോഹരനായിട്ട് തല്ലുവാണ്. കുറേ നേരം മനോഹരനായിട്ട് പൊതിരെ തല്ലിയതിന് ശേഷമാണ് മുത്തശ്ശി ഓടി വരുന്നത്. അപ്പോഴേക്കും മനോഹരൻ അവർ തല്ലുന്നത് തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നിൽക്ക് നിൽക്ക് നിൽക്ക്, നിങ്ങളെന്തിനാ എല്ലാവരും ചേർന്ന് ഇവനെ തല്ലുന്നത്? അതെ അതെ, അരമണിക്കൂറായി തല്ലുകൊള്ളുന്നത്, എന്നിട്ട് ഇപ്പോഴാണ് വന്ന് അന്വേഷിക്കുന്നത്. മനോഹരൻ ചേച്ചിയോട് പറയാണ്. ഇപ്പോഴാടാ ഞാൻ കേട്ടത്. പറ, നിങ്ങൾ എന്തിനു എല്ലാവരും ചേർന്ന് ഇവരെ അടിക്കുന്നത്? മുത്തശ്ശി വീണ്ടും അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട്, 100 രൂപക്കും 50 രൂപക്കും വഴിയോരത്ത് നിന്ന് വാങ്ങിച്ച ഡ്രസ്സുകൾ ഓൺലൈനിൽ 1000-നും 2000-നും വിറ്റിട്ട് ഞങ്ങളെയൊക്കെ പറ്റിച്ചു. അത് കേട്ടത് മുത്തശ്ശി നെഞ്ചത്ത് കൈവെക്കുന്നുണ്ട്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നാണല്ലോ. അപ്പോൾ അവർ പറയാണ്, ഇപ്പം തന്നെ ഞങ്ങൾ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോവാണ്. എന്നെ കൊണ്ടുപോകല്ലേ. ഞാനൊരു കാര്യം പറയാം. ഈ പഴയ തുണി വാങ്ങിച്ചത് മാത്രമാണ് മാഡം ഞാൻ. അത് ഓൺലൈനിൽ വിറ്റതൊക്കെ മേഘ എന്ന് പറയുന്ന വേറൊരാളാണ്. അത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശി ആകെ ഞെട്ടിപ്പോയി. കാരണം മേഘയെ ഒറ്റ കൊടുത്തിരിക്കുകയാണ് മനോഹരൻ. എടാ ദുഷ്ടാ, വേണ്ടടാ, മേഘയെ ഒറ്റ കൊടുക്കല്ലേടാ. മുത്തശ്ശി ശബ്ദം താഴ്ത്തി മനോഹരനോട് പറയാണ്. മിണ്ടാതിരിക്കുക ചേച്ചി. നിങ്ങൾ കേട്ടോ, യഥാർത്ഥ ഓണർ മേഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാനിപ്പം തന്നെ ഫോൺ ചെയ്ത് മേഘയോട് വരാൻ പറയാം. അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ ദുഷ്ടാ, എന്തിനാടാ മേഘ ഇതിനകത്തേക്ക് വലിച്ചിട്ടത്? ഒന്നും മിണ്ടാതെ നിൽക്ക് ചേച്ചി. ഞാൻ തല്ലുകൊണ്ടപ്പോൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, വേഗം തന്നെ മേഘയെ വിളിക്കാൻ. ഞാൻ പെട്ടെന്ന് തന്നെ ഫോണിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ മേഘയെ കോൾ ചെയ്യാണ്. അവളാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പറയും മാമ. മേഘ, നിൻ്റെ കസ്റ്റമേഴ്സൊക്കെ നിന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുപടിക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാ മാമ ഈ പറയുന്നത്? അവരൊക്കെ എന്തിനാ വീട്ടിൽ വന്നിരിക്കുന്നത്? മേഘ, നീ അയച്ച ഡ്രസ്സുകളൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. അതുകൊണ്ട് നേരിട്ട് വന്ന് ഓർഡർ തരാൻ വേണ്ടി വന്നതാണ്. അത് കേട്ടപ്പോൾ മേഘയ്ക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മുത്തശ്ശിയാണെങ്കിൽ അവിടെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട്. എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് മേഘയെ മനോഹരൻ വരുത്തിക്കുന്നതെന്ന് ഓർത്തിട്ട്. അപ്പോൾ മേഘ മനോഹരനോട് പറയുന്നുണ്ട്, മാമ, അവരെയൊന്നും നിങ്ങൾ പറഞ്ഞു വിടാതെ ശ്രദ്ധിക്കണേ. അവിടെ തന്നെ നിൽക്കാൻ പറ. മേഘ, നീ പേടിക്കണ്ട. നമ്മൾ പോകാൻ പറഞ്ഞാൽ കൂടി അവരൊന്നും പോകത്തില്ല. നീ വേഗം തന്നെ വന്നാൽ മതി. ദാ ഞാൻ ഇപ്പം എത്തി. എല്ലാവരും മേഘ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പിറുപിറുത്തുകൊണ്ട് നിൽക്കുകയാണ് അവളെ കാത്തിട്ട്. ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ പരിഭ്രമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയ്യോ, മേഘ വന്നു കഴിഞ്ഞ് ഇവരൊക്കെ മേഘയെ തല്ലുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. മനോഹരനാണെങ്കിൽ മേഘയ്ക്ക് മുട്ടം പണി കൊടുക്കാൻ പറ്റിയ സന്തോഷത്തിലും. കാരണം ഓൾറെഡി തന്നെ 10,000 രൂപ കൊടുത്തിട്ട് മനോഹരനെ ചതിച്ചതാണല്ലോ. അപ്പോഴേക്കും മേഘ എത്തിയിട്ടുണ്ടായിരുന്നു. മേഘ ഓട്ടോയിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മുത്തശ്ശി കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്, വരല്ലേ എന്ന്. പക്ഷേ മേഘയ്ക്കാണെങ്കിൽ മനസ്സിലായില്ല. അവൾ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ വരികയാണ്. അപ്പോൾ അടുത്തെത്തിയപ്പോഴും വീണ്ടും മുത്തശ്ശി പറയുന്നുണ്ട്, വരല്ലേ, പൊയ്ക്കോ. മേഘയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് മനോഹരൻ. നിങ്ങളെല്ലാവരും ഇത്ര നേരം ചോദിച്ചില്ലേ മേഘ ഗാർമെൻറ്റ്സിൻ്റെ MD ആരാണെന്ന്? ഇവരാണ് മേഘ ഗാർമെൻറ്റ്സിൻ്റെ MD. മേഘ വലിയ ആളായിട്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേഘ കൈകൂപ്പി തൊഴുന്ന സമയത്ത് അവർ ഡ്രസ്സ് എടുത്തിട്ട് മേഘയുടെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. നിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ നല്ല ഒന്നാം തരം ഫ്രോഡാണെന്ന്. മേഘ അതിശയത്തോടു കൂടി മാമനെ നോക്കുവാണ്. കാരണം കസ്റ്റമേഴ്സ് ഓർഡർ തരാൻ വന്നിരിക്കുന്നതാണെന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ പറ്റിക്കാന്ന് കരുതിയോ എന്നും പറഞ്ഞിട്ട് അവളും മേഘയെ 2 തല്ലുവാണ്. കാരണം നോക്കിയിട്ടാണ് തല്ലുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായസ്ഥയിൽ നിൽക്കുന്നുണ്ട്. മേഘ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തേ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ തല്ലുന്നത്? അപ്പോൾ പിന്നിൽ നിൽക്കുന്ന വേറൊരു പെൺകുട്ടിയും വീണ്ടും തല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവളുടെ കയ്യിലുള്ള തുണി വെച്ചിട്ട്, ഇത് എന്ത് തുണിയാണ്? പഴയ തുണികൾ ചെറിയ വിലക്ക് വാങ്ങിയിട്ട് ഞങ്ങളെ പറ്റിക്കാന്നാണോ നീ കരുതിയത്? എല്ലാ പെണ്ണുങ്ങളും ചേർന്നിട്ട് മേഘയെ പൊതിരെ തല്ലുകയാണ്. മനോഹരൻ കണ്ടു നിന്ന് ആസ്വദിക്കുന്നുണ്ട്. കാരണം ഇത്രയും നേരം എല്ലാ തല്ലും അയാൾക്കാണല്ലോ കിട്ടിക്കൊണ്ടിരുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ചിന്തിക്കുകയാണ്, അയ്യോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കും കൂടി തല്ലുകൊള്ളുന്നാണല്ലോ തോന്നുന്നത്. നീയല്ലേ അവളെ ഹെൽപ്പ് ചെയ്തത്, നീയും കൂടെ പോയി തല്ല് വാങ്ങിക്കുകയെന്ന് പറഞ്ഞിട്ട് മനോഹരനെ പിടിച്ച് തള്ളിയിട്ട് ചേച്ചി വേഗം പോയി വാതിലടയ്ക്കുകയാണ്. അപ്പോൾ മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ചേച്ചി നല്ല സ്മാർട്ടാണ്. എല്ലാവരും മേഘയെ മാറി മാറി തല്ലുന്നുണ്ട്. ഒന്നും ചെയ്യാനാവാതെ മേഘ തല്ലുകൊണ്ട് നിൽക്കുകയാണ്. തല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പരസ്പരം ഓരോന്ന് പറഞ്ഞിട്ടാണ് തല്ലുന്നത്. ഇവളെ ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം എന്നൊക്കെ അവർ പറയുമ്പോൾ മനോഹരൻ പേടിക്കുകയാണ്. പോലീസിലോ? അപ്പോൾ പുറത്തെ ബഹളോ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ടാണ് ലക്ഷ്മി ഇറങ്ങി വരുന്നത്. മേഘ എല്ലാവരും കൂടി തല്ലുന്നത് കണ്ടപ്പോൾ അവരിങ്ങനെ നിൽക്കുകയാണ് സങ്കടത്തോടെ.
മാത്രമല്ല അപ്പോഴേക്കും ചന്ദ്രികയും വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ അമ്മയോട് ചോദിക്കുകയാണ്, എന്തിനാ അമ്മ എല്ലാവരും ചേർന്ന് മേഘ ഇങ്ങനെ തല്ലുന്നത്? ഇവരൊക്കെ ആരാണെന്ന് പോലും അറിയില്ലല്ലോ, ആരൊക്കെയോ ചേർന്നിട്ട് മേഘയെ തല്ലുവാണ്. അപ്പോൾ അമ്മ പറയുന്നു, ലക്ഷ്മി പറയാണ്, മേഘ എന്തോ തെറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരാണെങ്കിൽ മേഘയോട് പറയുന്നുണ്ട്, ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഒരു പാവപ്പെട്ട ആൾക്കാരെ പോലെ, ബുദ്ധിയില്ലാത്ത ആൾക്കാരെ പോലെയാണോ തോന്നുന്നത്? വാ, ഇപ്പം തന്നെ വാ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാം. ഇവളോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല, ഇവളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞ് അവർ തല്ലിക്കൊണ്ട് തന്നെ മേഘയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ്. മേഘ കൈവിടാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവർ ഗൗനിക്കുന്ന പോലുമില്ല. മേഘയും അതുപോലെ തന്നെ മനോഹരനെയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക അമ്മയോട് പറയാണ്, അമ്മ എന്താ കാര്യം എന്ന് അന്വേഷിക്കമ്മ. മേഘയെ കൊണ്ടുപോകുന്നതിനിടയിലേക്ക് ലക്ഷ്മിയും ചന്ദ്രികയും നടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ലക്ഷ്മി ചോദിക്കുകയാണ്, ആ കുട്ടി വന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഏയ് നിങ്ങളൊക്കെ ആരാ, എന്തിനാ ഇവിടെ തല്ലിയിട്ട് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്? അപ്പോൾ അവർ മേഘയുടെ ചന്ദ്രികയ്ക്കും ലക്ഷ്മിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, മേഘ അവരോട് ചെയ്ത തെറ്റുകളെ കുറിച്ചിട്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ വാതിൽ തുറന്നിട്ട് ഇവരുടെ ശബ്ദം കേൾക്കായിട്ട് പുറത്തേക്ക് വന്ന് നോക്കുവാണ്. അപ്പോഴാണ് ദൂരത്ത് നിന്ന് ലക്ഷ്മി ഇവരുമായിട്ട് സംസാരിക്കുന്നത് കാണുന്നത്. മേഘ ചെയ്ത തെറ്റുകൾ കേട്ടപ്പോൾ ലക്ഷ്മിയും ചന്ദ്രികയും ശരിക്കും നടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എന്താ മേഘ ഇങ്ങനെയൊക്കെ, എന്തിനാ ഇങ്ങനെ ഒരു നാണം കെട്ട കാര്യം ചെയ്തത്? നീ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നു എന്നോർത്തിട്ട് ഞാൻ അഭിമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നീയാണെങ്കിലോ പാവപ്പെട്ടവരെ പറ്റിച്ചിട്ട് ജീവിക്കായിരുന്നു. നിനക്ക് കുറച്ചുപോലും നാണം തോന്നുന്നില്ലേ? മേഘ ദേഷ്യത്തോടെ ലക്ഷ്മിയെ നോക്കിയപ്പോൾ മനോഹരൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പിന്നെ നാണമുള്ള ഒരാൾ. മേഘയെക്കുറിച്ചിട്ട് മനോഹരൻ്റെ മനസ്സിലുള്ള ചിന്തയാണ്. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നുണ്ട്, ഇവളെ ഞങ്ങൾ വെറുതെ വിടുന്നു വിചാരിക്കണ്ട, ഇവളെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രികയും ലക്ഷ്മിയും ശരിക്കും നടുങ്ങിപ്പോയി. മാത്രമല്ല അവരാണെങ്കിൽ മേഘയെ കൈപിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി എവിടെ നിന്നോ ഓടി വരുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ കുറച്ചധികം പണമുണ്ട്. അത് അവർ എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് പറയാണ്, എന്തോ അവൾ അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റ് ചെയ്തു. ഈ ഓൺലൈൻ ബിസിനസ്സിലൂടെ ഇവൾ സമ്പാദിച്ച പണം മുഴുവൻ ഇതാണ്. ഇതിൽ നിങ്ങളുടെ പണം എത്രയാണെന്ന് വെച്ചാൽ എടുത്തോളൂ നിങ്ങൾ. അവർ വേഗം തന്നെ അത് വാങ്ങിയിട്ട് എല്ലാവരും അവരവരുടെ പൈസ പരസ്പരം വാങ്ങിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, നോക്കെല്ലാവരും, ഈ ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും ഇവളോട് ക്ഷമിക്കൂ. നിങ്ങൾക്ക് കിട്ടേണ്ട പണം എല്ലാവർക്കും കിട്ടിയില്ലേ, ഇനി നിങ്ങളെല്ലാവരും ഇവളെ വെറുതെ വിട്ടേക്ക്. ലക്ഷ്മി താഴ്മയോടെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങളെ കാണുമ്പോൾ ഒരു വലിയ വീട്ടിലെ സ്ത്രീയായിട്ടും മാന്യതയുള്ള ഒരു സ്ത്രീയായിട്ടും തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവളെ തൽക്കാലം വെറുതെ വിടുന്നു. ഞങ്ങൾക്ക് കിട്ടേണ്ട പണം കിട്ടി. ഇനി ഒരു പ്രാവശ്യം കൂടി ഓൺലൈൻ ബിസിനസ്സിൽ ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വരും പോലീസ് സ്റ്റേഷനിലേക്ക് ഇവളെ കൊണ്ടുപോകാൻ. എല്ലാവരും പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിനെ തന്നെ മാനം കെടുത്തി കളഞ്ഞല്ലോടി, നിനക്ക് നാണയില്ലേ? നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് വളർത്തിയത്? എത്രത്തോളം പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് നിനക്ക് ജീവിതത്തിൽ ഞങ്ങൾ നേടിത്തന്നത്? എന്നിട്ട് നീ എന്താ ഇങ്ങനെയായിപ്പോയത്? ശരിയാണെന്നുള്ള അർത്ഥത്തിൽ മുത്തശ്ശിയെ മനോഹരനും തലയാട്ടുന്നുണ്ട്. എന്നാൽ നീയാണെങ്കിൽ ഇത്രയും നാണം കെട്ടൊരു കാര്യമാണല്ലോ ചെയ്തത് മേഘ. ലക്ഷ്മിക്ക് സഹിക്കാനാവുന്നില്ല. ഇതിനേക്കാളും ഭേദം നീ മോഷ്ടിക്കാൻ പോകുന്നതാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം, ഇനി ഇതുപോലെ എന്തെങ്കിലും കാര്യം നീ ചെയ്യുകയാണെങ്കിൽ ഈ വീട്ടിൽ പോലും ഇനി നിനക്ക് താമസിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഇവിടെ ഇനി ജീവിക്കാൻ നോക്കോ. അയ്യോ, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്കാ പോവുക? മനോഹരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വീണ്ടും മേഘയോട് പറയുന്നുണ്ട്, മേഘ നിനക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ദയവ് ചെയ്ത് നീ എന്നോട് ചോദിക്ക്, ഞാൻ നിന്നെ സഹായിക്കാം. അല്ലാതെ നീ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് സ്വയം നാണം കെടല്ലേ മേഘ. ചന്ദ്രിക റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് മേഘയെ സഹായിക്കാമെന്ന് പറയുന്നതെങ്കിലും മേഘയ്ക്ക് പുച്ഛം തന്നെയാണ് ഉണ്ടായിരുന്നത്. അവൾ മുഖം തിരിച്ച് നിൽക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, ചന്ദ്രിക നീ വാ എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. മേഘയ്ക്ക് തല്ലുകൊണ്ടതും അപമാനിക്കപ്പെട്ടതിനേക്കാട്ടിലും കൂടുതൽ അത് ചന്ദ്രികയുടെ ലക്ഷ്മിയുടെ മുന്നിൽ വെച്ചാണല്ലോ എന്ന് ഓർത്തിട്ടാണ് സങ്കടമായത്. അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മനോഹരനാണെങ്കിൽ വേഗം എസ്കേപ്പ് ആവുകയാണ്, എനിക്ക് ചെറിയൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. മേഘയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു, കാരണം എല്ലാവരും ചേർന്ന് അവളെ തല്ലിയതാണല്ലോ. മുത്തശ്ശിക്ക് അവളുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് സഹതാപം തോന്നുന്നുണ്ട്. പക്ഷേ എത്ര തന്നെ പറഞ്ഞാലും മേഘ പഠിക്കില്ല എന്നുള്ളത് അവർക്കറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പിറ്റേത്തെ ദിവസം നേരം വെളുത്തപ്പോൾ ചന്ദ്രികയും ലക്ഷ്മിയും ആ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്, ജാനകി ഉൾപ്പെടെ. അപ്പോൾ പൂജാരിയോട് മഹേന്ദ്രനാണ് സംസാരിക്കുന്നത്. ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം ഉറച്ചിരിക്കുകയാണ്. അതിനുള്ള ക്ഷണക്കത്തും അടിച്ചു കഴിഞ്ഞു. അത് ദൈവത്തിൻ്റെ പാദത്തിൽ വെച്ച് പൂജിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓ അതിനെന്താ, തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് വാങ്ങിയിട്ട് എല്ലാവരുടെ തൊട്ട് തൊഴുതിട്ട് ആശീർവാദം വാങ്ങിക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലക്ഷ്മി മനസ്സ് നിറഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ജീവിതത്തിൽ ചന്ദ്രികയ്ക്ക് ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ ഒന്നും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സിദ്ധാർത്ഥിൻ്റെ കൂടെയുള്ള ഈ ഒരു കല്യാണ ജീവിതം അവളുടെ ജീവിതത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും എല്ലാം നീ തന്നെ കൊടുക്കണം ദൈവമേ.
ലക്ഷ്മിയുടെ കണ്ണ് നിറയുന്നുണ്ട്. അതേസമയം ജാനകിയും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നല്ല രീതിയിൽ നടക്കണം. അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. അവർക്ക് എപ്പോഴും ആശ്രയമായിട്ട് നീ ഉണ്ടാവണം. അതേപോലെ ചന്ദ്രിക പ്രാർത്ഥിക്കുന്നതും ഇതുതന്നെയാണ്. ദൈവമേ, ഒരു കുറ്റങ്ങളും കുറവുകളും ഇല്ലാതെ നല്ല രീതിയിൽ ഈ കല്യാണം നടത്തിത്തരണേ. എനിക്കെന്തോ ഈ കല്യാണത്തിൽ വലിയൊരു പ്രശ്നം വരാൻ പോകുന്നതായിട്ട് എൻ്റെ ഉൾമനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പ്രശ്നം മഹേഷിന് കാരണമാണോ അതോ മേഘ കാരണമാണോ വരാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും നിൻ്റെ കാവലുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കും. എപ്പോഴും നീ ഞങ്ങൾക്ക് കാവലായിട്ടുണ്ടാവണം. എല്ലാവരും അവരവരുടെ മനസ്സിലുള്ള ആവലാതി ദൈവമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോഴേക്കും പൂജാരി ആ ഒരു പൂജിച്ചിട്ടുണ്ടായിരുന്ന കല്യാണ ക്ഷണക്കത്തുമായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് എല്ലാവർക്കും അത് തൊട്ട് തൊഴാൻ കൊടുത്തിട്ട് തിരിച്ച് അദ്ദേഹം കൊണ്ടുപോവുകയാണ്. ശേഷം പൂജിച്ച പ്രസാദമായിട്ട് തിരിച്ചു വന്നിട്ട് മഹേന്ദ്രനോടായിട്ട് പറയുന്നുണ്ട്, ആദ്യത്തെ ക്ഷണക്കത്ത് ദൈവത്തിൻ്റെ കാൽക്കൽ തന്നെ നിന്നോട്ടെ, ബാക്കിയുള്ളത് നിങ്ങൾ ആളുകൾക്ക് കൊടുത്തു തുടങ്ങിക്കോളൂ. അപ്പോൾ എല്ലാവരും അത് സന്തോഷത്തോടെ സമ്മതിക്കുകയാണ്. തിരിച്ചെല്ലാവരും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഒരു കസ്റ്റമറെ ഇറക്കാൻ വേണ്ടിയിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് ഓട്ടോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും പണവും വാങ്ങിയിട്ട് തിരിച്ച് മഹേഷ് ഓട്ടോയിൽ കയറുമ്പോഴാണ് ക്ഷേത്രത്തിൽ നിന്നും ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.